രാജസ്ഥാനിലെ ജയ്പൂരിൽ ആശുപത്രിയിൽ തീപിടുത്തം. സവായ് മാൻസിംഗ് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന് പിന്നാലെയുണ്ടായ വിഷവാതകം ശ്വസിച്ച് ഐസിയുവിലുണ്ടായിരുന്ന 6 രോഗികൾ മരിച്ചു. അപകടം ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നെന്നാണ് നിഗമനം. പി ആർ സുനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പി ആർ സുനിൽ, രാവിലെ തന്നെ ദുരന്തമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, തീർച്ചയായും അതിദാരുണമായ സംഭവമാണ് ജയ്പൂരിലെ SMS ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. രാത്രി ശ്രുതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ICU ഭാഗത്തൊക്കെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ട്രോമ കെയർ ICUയിൽ ഉണ്ടായിരുന്ന 11 രോഗികളിൽ 6 രോഗികളാണ് ഈ തീപിടുത്തത്തെ തുടർന്ന് മരിച്ചത്. ഈ തീപിടുത്തത്തെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് ഈ 6 രോഗികൾ മരിച്ചത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാക്കിയുള്ള 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആശുപത്രിയിലാകെ 2 ICUകളാണ് ഉണ്ടായിരുന്നത്. സെമി ICUവിൽ 13 രോഗികൾ കൂടി ഉണ്ടായിരുന്നു. അതായാലും ഇവരെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചിരുന്നു. അതായാലും ഈ അപകട കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ഇപ്പോൾ പ്രാഥമിക വിവരം എന്നത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ്. 6 രോഗികളാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക കാരണമെന്നാണ് വിവരം. സുനിൽ, ഇവരെ ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ ഇവരെ പുറത്തിറക്കാനുണ്ടായ കാലതാമസമാണോ ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണോ? ശ്രുതി, ഏതായാലും ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഇവരെ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ്. ഏതായാലും ഈ തീപിടുത്തമുണ്ടായ ആ ഒരു സമയത്ത് ഉണ്ടായ ഈ പുകയൊക്കെ ശ്വസിച്ചാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കിടന്ന ഈ രോഗികൾ മരിച്ചു. ഇവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ട്രോമ കെയറിൽ 11 രോഗികളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കൂടി ഈ ICUവിൽ നിറഞ്ഞതോടെ രോഗികൾ മരണപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ തന്നെ നൽകുന്ന വിവരം. ബാക്കിയുള്ള 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അപ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഏതായാലും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ തീപിടുത്തത്തെ തുടർന്ന് ഉണ്ടായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരികയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.